നമസ്കാരം. ലോകപ്രശസ്തനായ ഒരു ചലച്ചിത്രകാരൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പറയുന്നത് ഒട്ടും സന്തോഷത്തോടെയല്ല. പക്ഷേ അത് സത്യമാണ്. അത് ലോകം അറിയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇറാനിയൻ ചലച്ചിത്രകാരൻ ജാഫർ പനാഹി അതീവ ആശങ്കാകുലമായ ഒരു ജീവിതത്തെയാണ് നേരിടുന്നത്. ജാഫർ പനാഹിയെ അറിയാത്തവർ ഇന്ന് ലോകത്തിലെ ചലച്ചിത്ര പ്രേമികൾ ഉണ്ടാവില്ല. അദ്ദേഹമാണ് ഇക്കഴിഞ്ഞ കാൻ ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയത്, സമ്മാനം നേടിയത്. ഏറ്റവും മികച്ച സിനിമയ്ക്ക് അവിടെ കിട്ടുന്ന അവാർഡിൻ്റെ പേര് പാംദോ പുരസ്കാരം എന്നാണ്. ഗോൾഡൻ പാം പുരസ്കാരം എന്നും പറയും. ഓർക്കണം, ലോകത്തിലെ ചലച്ചിത്രകാരന്മാരുടെ സ്വപ്നമാണ് കാൻ ഫെസ്റ്റിവൽ. അവിടെ ഒന്ന് പങ്കെടുക്കുക, ഒരു സിനിമ അവതരിപ്പിക്കുക എന്നതാണ് എല്ലാ ചലച്ചിത്രകാരന്മാരുടെയും വലിയ സ്വപ്നം. മാത്രമല്ല, അവർക്ക് ജീവിതത്തിൽ കാണാവുന്ന ഏറ്റവും വലിയ അമൂല്യമായ പുരസ്കാരമാണ് പാംദോ പുരസ്കാരം. അത് കിട്ടിയിരിക്കുന്നു ജാഫർ പനാഹിക്ക്. പക്ഷേ ആ പുരസ്കാരം കിട്ടിയിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. കാനിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്ന് ലോകമാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. വിഖ്യാതമാണ് ആ പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, സന്തോഷമുണ്ട് രണ്ട് കാര്യത്തിൽ. ഒന്ന്, എൻ്റെ നാട്ടിൽ ഇന്നേ വരെ എൻ്റെ സിനിമ ആരും കണ്ടിട്ടില്ല. കാരണം എൻ്റെ സിനിമ എൻ്റെ നാട്ടുകാർ കാണാൻ അനുവദിക്കുന്ന സിനിമയല്ല. അതുകൊണ്ട് ഞാൻ ഒളിച്ചു നിർമ്മിച്ച സിനിമയാണ്. ഇറാനിൽ ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ ഇറാൻ്റെ ഗവൺമെൻറ്റിന് ആദ്യമായി സ്ക്രിപ്റ്റ് സമർപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ അനുമതി കിട്ടാൻ കാത്തിരിക്കണം. അതിനകത്ത് നിന്ന് സർക്കാർ ആവശ്യപ്പെടുന്ന വെട്ടിത്തിരുത്തലുകളൊക്കെ വരുത്തണം. എന്നിട്ട് സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്ന മട്ടിൽ വേണം അത് നിർമ്മിക്കാൻ. അങ്ങനെ നിർമ്മിക്കുന്ന സിനിമയാണ്. അങ്ങനെ നിർമ്മിക്കുന്ന സിനിമ മാത്രമേ സിനിമയാവുകയുള്ളൂ. അങ്ങനെ നിർമ്മിക്കുന്ന സിനിമ മാത്രമേ മനുഷ്യർ കാണുകയുള്ളൂ. പക്ഷെ പനാഹിക്കറിയാമായിരുന്നു തൻ്റെ സിനിമകളൊന്നും തന്നെ ഇറാൻ ഭരണകൂടത്തിന് അനുമതിക്ക് സമർപ്പിച്ചാൽ അനുമതി കിട്ടുകയില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങേയറ്റം രഹസ്യമായിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി. സിനിമ സമ്പൂർണ്ണമായി, അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും അങ്ങനെയാണ്. ഇപ്പോൾ ഒടുവിലത്തെ സിനിമയുടെ കഥയാണ് അദ്ദേഹം പറഞ്ഞത്. സമ്പൂർണ്ണമായി രഹസ്യമായി പൂർത്തിയാക്കി. എന്നാൽ പോലും ആ സിനിമ എവിടെയെങ്കിലും ഒന്ന് കാണണമല്ലോ. അതിന് ഇറാനിൽ സാധ്യമല്ല, പുറത്ത് കടക്കണം. രാജ്യത്ത് നിന്ന് ഒരു സിനിമ പുറത്ത് കടത്താനുള്ള മാർഗം പോലും എളുപ്പമല്ല. അങ്ങേയറ്റം അപകടം പിടിച്ച വഴിയായിരുന്നു. അദ്ദേഹം കള്ളക്കടത്തായിട്ടാണ്. കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ഉള്ളിൽ ഈ സിനിമയുടെ പകർപ്പ് ഫ്ലാഷ് ഡ്രൈവിൽ പകർത്തിയിട്ട് ബർത്ത്ഡേ കേക്കിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിട്ട് കള്ളക്കടത്ത്. നമ്മുടെ നാട്ടിലൊക്കെ വില കൂടിയ സ്വർണ്ണക്കട്ടികളൊക്കെ കടത്തിയെടുക്കുന്നത് കള്ളക്കടത്തായിട്ടാണ്. ഇത്തരം പല വസ്തുക്കളുടെയും ഉള്ളിൽ കടത്തുന്നത് പോലെയാണ് ഈ ഒരു സിനിമയുടെ കോപ്പി ഇറാനിൽ നിന്ന് പുറത്ത് കടന്നത്. അങ്ങനെയാണ് ആ സിനിമ കാൻ ഫെസ്റ്റിവലിൽ എത്തിയത്. അങ്ങനെയാണ് പ്രദർശിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യരോടൊപ്പം ഇരുന്ന് ഞാൻ എൻ്റെ സിനിമ കാണുന്നത് ഇവിടെ വെച്ചാണ്. എനിക്ക് എൻ്റെ രാജ്യത്ത് സാധ്യമല്ല. അത് വാങ്ങിക്കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എൻ്റെ ജീവൻ എത്ര കാലം എന്നെനിക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ എനിക്ക് വല്ലതും സംഭവിച്ചാൽ നിങ്ങളൊക്കെ അറിയും, ലോകം മുഴുവൻ എന്നെ അറിയും. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ ഞാൻ സിനിമ എടുത്തത് അവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, പ്രത്യേകിച്ച് കുറേ പെൺകുട്ടികളുണ്ട്. നിങ്ങൾ മഹസ അമീനിയെ കേട്ടിട്ടില്ലേ? ലോകം മുഴുവൻ കേട്ടതാണ്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇറാനിൽ പ്രക്ഷോഭം നടത്തിയിട്ട് കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ പെൺകുട്ടിയാണ് മഹസ അമീനി. അവൾ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ പോരാട്ടത്തെക്കുറിച്ചാണ് ഈ സിനിമ. അതുകൊണ്ട് അത്തരം പെൺകുട്ടികൾ കൊല്ലപ്പെട്ടാൽ, അവരെ അവസാനിപ്പിച്ചാൽ ആരും അറിയില്ല. പക്ഷേ അക്കൂട്ടത്തിൽ അവർക്ക് വേണ്ടി നിലകൊണ്ട് അവർക്ക് വേണ്ടി സിനിമ എടുത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് വല്ലതും സംഭവിച്ചാൽ ലോകം അറിയുമല്ലോ. അതിനുവേണ്ടി തന്നെയാണ്. അതുവഴി ഇറാൻ സ്വന്തം ജനതയോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊക്കെ അറിയുമല്ലോ. അതിനുവേണ്ടി ഞാൻ തിരിച്ചു പോയേ തീരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? കഴിഞ്ഞ ആഴ്ചയാണ് കാനിൽ നിന്ന് അദ്ദേഹം മടങ്ങിയത്. ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ടെഹ്റാനിൽ വിമാനം ഇറങ്ങിയത്, അദ്ദേഹം തിരിച്ചെത്തിയത്. അവിടെ എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാറായിട്ടില്ല. ഏതായാലും ദുഃഖകരമായ വാർത്തകളൊന്നും കേൾക്കാനിടയാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജാഫർ പനാഹിയുടെ ഒടുവിലത്തെ സിനിമ, ഇപ്പോഴത്തെ കാൻ ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ സിനിമയുടെ പേര് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന സിനിമയാണ്. അത് വെറും ഒരു അപകടമായിരുന്നുവെന്ന്. എന്താ കാര്യം എന്നറിയോ? ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത പ്രതിഭാസമാണ്. രാഷ്ട്രീയമായി ആരെങ്കിലും ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്താൽ അവരെ പിടിച്ച് ജയിലിലിട്ടിട്ട് കണ്ണ് കെട്ടിയിട്ടാണ് അവരെ ചോദ്യം ചെയ്യുക. ആരാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് ഈ കുറ്റവാളികൾക്ക് പോലും, അല്ലെങ്കിൽ കുറ്റവാളികളായി ഭരണകൂടം മുദ്ര കുത്തി ജയിലിലിട്ടിരിക്കുന്നവർക്ക് പോലും അറിയില്ല.
1000 ചോദ്യങ്ങൾ കൊണ്ട് അവരെ മൂടും. പക്ഷെ ആരാണ് ചോദിക്കുന്നത് എന്ന് അവർക്കറിയില്ല. ശബ്ദം മാത്രമേ അവരുടെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ ജയിലിൽ അകപ്പെട്ട ഒരാളാണ് പനാഹിയും. ജാഫർ പനാഹി 2022 കാലത്ത് ഏതാണ്ട് 3 കൊല്ലം മുമ്പ് ജയിലിൽ കിടന്നയാളാണ്. എന്തായിരുന്നു കുറ്റം? അവിടുത്തെ ഗ്രീൻ വേവ് മൂവ്മെൻറ്റിൽ പങ്കെടുത്തു. ഗ്രീൻ വേവ് മൂവ്മെൻറ്റ് ഇറാനിലെ ഒരു വലിയ പരിഷ്കരണ പ്രസ്ഥാനമാണ്. വലിയ പ്രക്ഷോഭകാരികളുടെ പേരാണ് ഗ്രീൻ വേവ് മൂവ്മെൻറ്റ്. നമുക്കറിയാം, മഹ്മൂദ് അഹമ്മദി നജാദി എന്നായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര്. മുൻ ഇറാൻ പ്രസിഡന്റ്. അദ്ദേഹം 2009 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വലിയ കോലാഹലം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വളരെ കൃത്രിമമായിരുന്നു എന്ന ആരോപണം ഉണ്ടായി. അതിനെതിരായി വലിയ പ്രക്ഷോഭം ഉണ്ടായി. അന്നുണ്ടായ മൂവ്മെൻ്റാണ് ഈ ഗ്രീൻ വേവ് മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിൻ്റെ അനുഭാവിയും അതിൻ്റെ പ്രവർത്തകനും ആയിരുന്നു ഇദ്ദേഹവും, ജാഫർ പനാഹി. അദ്ദേഹം ആ പ്രക്ഷോഭത്തിന് അതിൻ്റെ ഭാഗമാണ് എന്ന മുദ്ര കുത്തിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ പേരിലാണ് 2022 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അദ്ദേഹവും കേട്ടുകൊണ്ടിരുന്നു ചോദ്യങ്ങൾ, 1000 ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ. പക്ഷെ ആരാണ് ചോദിക്കുന്നത് എന്ന് അറിഞ്ഞൂടാ. ഉദ്യോഗസ്ഥന്മാരെ കാണാനുള്ള അവസരമില്ല. കണ്ണുകെട്ടി ചോദ്യം ചെയ്യൽ, പ്രാകൃതമായ, ഒരുപക്ഷെ നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും ലോകത്തിലെ പ്രാകൃത മുറകൾ ഇപ്പോഴും നടമാടുന്ന ഒരു നാടാണ്. അങ്ങനെ ഇദ്ദേഹം പിന്നീട് കോടതിയിൽ നീതി തേടി പോവുകയും അദ്ദേഹത്തിന് ഭാഗ്യവശാൽ നീതി കിട്ടുകയും അദ്ദേഹത്തെ പുറത്തുവിടുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നൊരാശയമാണ്, ഇങ്ങനെ പുറത്തു വന്ന ഒരുപാട് മുൻ തടവുകാർ ഒരുമിച്ച് ചേർന്ന് ആലോചിക്കുന്നു, ഇത്തരത്തിൽ ആരായിരിക്കും നമ്മളെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥൻ, നമ്മളോട് കണ്ണ് കെട്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ബൂട്ട് കൊണ്ട് ചവിട്ടി അതിഭീകരമായി നമ്മളെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥൻ. അതാണ് പ്രശ്നം. ലോകത്തിലെല്ലാവരും തടവറയിൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും തടവുകാരെ പീഡിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ കണ്ണ് കെട്ടിയിട്ടല്ല, അവരുടെ കൺമുമ്പിൽ കണ്ണ് തുറന്നു വെച്ചിട്ടാണ്. എന്നാൽ എളുപ്പമുണ്ട് കാര്യങ്ങൾ. അവർ ചിലപ്പോൾ ഒരു മർദ്ദനം ഏൽക്കുമ്പോഴേക്കും മറുപടി പറഞ്ഞോളും. അല്ലെങ്കിൽ അതിന് പകരം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണാൻ അനുവദിക്കാതെയാണ് പലതരത്തിലുള്ള മർദ്ദന മുറകൾ. അതിനിടയിൽ ഒരു പട്ടാളക്കാരൻ്റെ ബൂട്ട് ജയിലിൽ മനുഷ്യനെ നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരു പട്ടാളക്കാരനെ കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഈ മുൻ തടവുകാർ തിരിച്ചറിഞ്ഞു, ഇദ്ദേഹമാണോ, ആയിരിക്കാമല്ലോ, ആ ബൂട്ടിൻ്റെ ശബ്ദം അത് തന്നെയാണല്ലോ എന്ന് ആരോ ഒരാൾ തിരിച്ചറിഞ്ഞു. യാതൊരു ഉറപ്പുമില്ല, കാരണം അവർക്ക് ശബ്ദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബൂട്ടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇയാളായിരിക്കണം, ആ ശബ്ദം തന്നെയാണല്ലോ എന്നെയും പീഡിപ്പിച്ചത്, എന്നെയും ആക്രമിച്ചത്, എന്നെയും ഉപദ്രവിച്ചത് എന്ന് ഓരോരുത്തരും തിരിച്ചറിയുകയാണ്. അങ്ങനെ ഈ ഉദ്യോഗസ്ഥനെ, ഈ പട്ടാളക്കാരനെ, ഈ ആണെന്ന് അവർ ധരിച്ച ഉദ്യോഗസ്ഥനെ പിടിച്ചുകൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിൽ അതിൻ്റെ തലക്കെട്ട് കണ്ടാൽ അറിയാം അതിൻ്റെ എൻ്റെ എന്തായിരിക്കുമെന്ന്. തലക്കെട്ട് എന്താണ്? ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്. അതൊരു അപകടം മാത്രമായിരുന്നു എന്നാണ്. ഒരു പക്ഷേ ആക്സിഡൻ്റൽ ആണ്, അല്ലെങ്കിൽ അത് അദ്ദേഹം അല്ലായിരിക്കാം. എന്തായാലും അങ്ങനെ നടക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും അത് അതിരൂക്ഷമായി ഇറാൻ ഭരണകൂടത്തിൻ്റെ മനുഷ്യവിരുദ്ധമായ നീക്കങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ആ സിനിമ. അദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകളും അത്തരം സിനിമകളാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവാർഡ് നേടിയ സിനിമയ്ക്ക് ശേഷം, അതിനു മുമ്പ് അദ്ദേഹം നിർമ്മിച്ച ഒട്ടേറെ സിനിമകൾ പലതും വിഖ്യാതമാണ്, വളരെ പ്രസിദ്ധമാണ്. ടാക്സി ടെഹ്റാൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അദ്ദേഹം നേരത്തെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദ സർക്കിൾ, വൃത്തം എന്ന പേരിലൊരു സിനിമ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ക്ലോസ് കേർട്ടൻ എന്നൊരു സിനിമയുണ്ട്. ഓഫ് സൈഡ് എന്ന സിനിമയുണ്ട്. ദിസ് ഈസ് നോട്ട് എ ഫിലിം എന്ന സിനിമയുണ്ട്. ഇതൊക്കെയാണ് സ്ഥിതി. ഈ സിനിമകളൊക്കെ തന്നെ, ഇത് ഏതാനും എണ്ണമാണ്. ഈ സിനിമകളൊക്കെ തന്നെ ഇദ്ദേഹം നിർമ്മിച്ചത് രഹസ്യമായിട്ടാണ്, കള്ളക്കടത്തായിട്ടാണ് പുറത്തെത്തിച്ചത്. സ്വന്തം സിനിമ സ്വന്തം നാട്ടിൽ നിർമ്മിക്കാൻ അവകാശമില്ലാത്ത ഒരാൾ, സ്വന്തം നാട്ടുകാർക്ക് ആ സിനിമ കാണിക്കാൻ അവകാശമില്ലാത്ത ഒരാൾ, ലോകമെങ്ങും തൻ്റെ സിനിമ കാണിച്ച് കള്ളക്കടത്തിൽ കടത്തിക്കൊണ്ടുപോയി ലോകോത്തരമായൊരു ഫെസ്റ്റിവലിൽ സിനിമ കാണിച്ച് വിജയശ്രീ ലാളിതനായി തിരിച്ചു വരുമ്പോൾ ഇറാൻ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കും എന്ന് അദ്ദേഹം കാത്തിരിക്കുന്നു, ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കാൻ ഫെസ്റ്റിവലിൽ അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്: മനുഷ്യൻ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യാൻ പാടില്ലെന്നും കൽപ്പിക്കപ്പെടാത്ത അവസ്ഥയിൽ എൻ്റെ സമൂഹം എന്നെങ്കിലും എത്തിയെങ്കിൽ എന്നാണ്. തീർച്ചയായിട്ടും ഇറാനിലെ മനുഷ്യസ്നേഹികൾ മുഴുവനും, സ്വാതന്ത്ര്യദാഹികൾ മുഴുവനും ആഗ്രഹിക്കുന്നൊരു പ്രാർത്ഥനയാണത്. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി മറ്റൊരാൾക്കും ദോഷമില്ലാതെ, രാജ്യത്തിന് ദോഷമില്ലാതെ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യാൻ പാടില്ലെന്നും
മറ്റാരും നിർബന്ധിക്കാതെ സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇറാൻ്റെ ആകാശത്തിൽ എന്ന് പുലരും എന്ന ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം ഒരു കലാകാരൻ്റേത് മാത്രമല്ല, ഇറാനെതിരായി ഉയരുന്ന ലോകത്തിലെ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടേതുമാണ്. മാനവരാശിയുടെ ഈ ചോദ്യത്തിന് മുമ്പിൽ ആദരപൂർവ്വം ജാഫർ പനാഹിയെ വണങ്ങുന്നു. നന്ദി, നമസ്കാരം.